അതിൻ്റെയൊക്കെ വെളിപ്പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ഡിമാൻഡിൽ നിന്ന് ഒരു കുറവും വന്നിട്ടില്ല. അതായത് നമ്മൾ AI വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചത് കോണ്ടന്റ് റൈറ്റേഴ്സ് എന്നുള്ള പ്രൊഫൈലിലുള്ള ആൾക്കാർക്ക് ഉള്ള ജോലി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ പോവാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതേ പ്രൊഫൈൽ, അതേ ജോബ് ഹ്യൂമൻ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഹ്യൂമൻ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഹ്യൂമൻ AI എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിലാണ് ഈ ജോബ് കാര്യങ്ങളൊക്കെ ഇപ്പം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് ബിഗിനർക്കും AI വെച്ചിട്ട് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ബ്ലോഗ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾ ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, വാട്ട് എവർ. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള AI ഫീൽ ഉണ്ട്, AI ടച്ച് ഉണ്ട്. അതിനെ ഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് AI തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിനെ ഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം കോണ്ടന്റ് റൈറ്റിംഗ് ആവശ്യമുള്ള ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അങ്ങനെയാണ് ഈ കോണ്ടന്റ് റൈറ്റേഴ്സ് എന്നുള്ള കാര്യം ഒരു ഹ്യൂമൻ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റേഴ്സ്, ഹ്യൂമൻ AI എഡിറ്റേഴ്സ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കോണ്ടന്റ് റൈറ്റിംഗിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഇത്രയും കാലം അതിനുവേണ്ടി ഉള്ള ടെക്നോളജിയും അതിനുവേണ്ടിയുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത ആൾക്കാർ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഹ്യൂമൻ വർക്ക് സ്റ്റിൽ എക്സസ്. എന്ത് AI മാങ്ങത്തിൽ വന്നാലും അത് അപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി കോണ്ടന്റ് സൈഡിൽ അത് അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആരും പഠിക്കണം. ഇത് ഈ കോണ്ടന്റ് റൈറ്റിംഗ് പഠിച്ച് അത് കേട്ട് ജോലി കിട്ടില്ല എന്ന് പേടിച്ചിരിക്കുന്നവർക്കൊക്കെ ഷെയർ കൊടുത്തേക്ക്. അതുകൊണ്ട് ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്നൊക്കെ തോന്നുന്നു കേട്ടോ.